ഹായ് കൂട്ടുകാരെ, കോറ വെച്ചുകൊണ്ടൊരു ചപ്പാത്തിയാണ് പരിചയപ്പെടുത്തുന്നത്. കോറ കുട്ടികളിലെ വിളർച്ച അകറ്റാൻ നല്ല ഒരു ധാന്യമാണ്. ഇത് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്ത ശേഷം നല്ല പോലെ കഴുകി അരിച്ച് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. നല്ല ചുവന്ന കളറാണ് ഇതിന്. ഇതുപയോഗിച്ച് ദോശ ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, അങ്ങനെ വിവിധ പലഹാരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ ഉമി കളഞ്ഞില്ലെങ്കിൽ അതിന് ചുവന്ന നിറമായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താൽ അവരത് കഴിക്കുകയും ചെയ്യും. അവർക്ക് ഇതിൽ നിന്ന് ലഭിക്കേണ്ട പോഷകഘടകങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാനത് മിക്സിയിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഒരു 2 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി മിക്സിയിൽ ഒഴിച്ച് ഇതിലേക്ക് പകർന്നു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി വലിയ കണ്ണുള്ള അരിപ്പ വെച്ച് നമുക്കിത് അരിച്ചെടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് പൊങ്ങി വന്നാൽ, അതായത് ഈ ഒരു അരിപ്പയെ ഒന്ന് പൊക്കിയെടുത്താൽ മുഴുവൻ വെള്ളവും താഴെ വീണ് ഇതിൻ്റെ ഉമി മുകളിലേക്ക് പൊന്തി വരും. ഈ ഉമി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന എടുക്കും. മിക്കവാറും മില്ലിലൊക്കെ നമ്മൾ ഇത് പൊടിക്കാൻ കൊടുത്താൽ ഉമിയോടുകൂടി ചേർത്തികൊണ്ട് പൊടിച്ചു തരും. അത് വയറുവേദനയ്ക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ ഉമി നീക്കിയാൽ വയറിന് ഒരു പ്രോബ്ലവും ഉണ്ടാവുകയില്ല. ഈ ഉമിയിൽ ഇനിയും മാവുണ്ട് കുറച്ച്. അപ്പം ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ കലക്കി ഒന്നും കൂടി അരിക്കുകയാണ്. ഉമി ചേർത്ത് പൊടിച്ച പൊടിയാണെങ്കിൽ അതിനെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നല്ലപോലെ കലക്കി ഇതുപോലെ അരിച്ചെടുത്താൽ ഉമി വേർപെട്ട് പോയിക്കൊള്ളൂ. നല്ല നൈസായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഉമി വേർപെട്ട് പോകാൻ പ്രയാസമായിരിക്കും. ഇത് പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഒട്ടും മാവില്ല, കണ്ടില്ലേ? ഇനി ഈ ഉമി നമുക്ക് എന്ത് ചെയ്യാം? കളയാം. ഇപ്പം ഇങ്ങനെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ച് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. കാരണം ഇതിൻ്റെ മാവ് അടിയിലടിഞ്ഞ് വെള്ളം പൊന്തി വരണം. ഇപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം ഞാൻ നോക്കുമ്പോൾ വെള്ളമെല്ലാം പൊന്തി വന്നിട്ടുണ്ട്, മാവ് അടിയിൽ അടിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഈ വെള്ളം നമുക്ക് വേണ്ട. കുറേയധികം പൊടി, റാഗിപ്പൊടി പൊടിച്ച് വെക്കണമെങ്കിൽ ഇതേപോലെ ഊറ്റിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് വെച്ചാൽ മതിയാകും. ഇതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ കൊടുത്തിരുന്നത്. ഇപ്പോൾ നല്ല പോലെ അത് ഇളക്കിയ ശേഷം ചെറിയ കണ്ണുള്ള അരിപ്പ വെച്ച് വീണ്ടും ഞാൻ അരിച്ചെടുക്കുകയാണ്. കാരണം ഇതിൽ ഇനിയും ഉമിയുണ്ട്. ഇതാ ഇത്രയും ഉമി പിന്നെയും ഉണ്ട്. അപ്പം അത് മാറ്റിക്കളഞ്ഞു. ഇനി ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് ചുവന്ന നിറം ഉണ്ടാവുകയില്ല, വെള്ള നിറമായിരിക്കും. ഇനി കുറച്ച് ഗോതമ്പ് പൊടി ഈ ഒരു മാവിലേക്ക് ഞാൻ കൊട്ടിക്കൊടുത്തു. ആശീർവാദിൻ്റെ പൊടിയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇതിന് ആവശ്യമുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ കുഴച്ചെടുത്ത ശേഷം 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും നല്ല പോലെ കുഴച്ചെടുക്കണം. വെള്ളം ഏറരുത്, ഏറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇത് നല്ല പോലെ അമർത്തി കുഴയ്ക്കണം. അതിന് ശേഷം പൊടി വെച്ച് നമ്മളിത് പൊടിയിൽ മുക്കി എടുത്ത് വയ്ക്കണം. അല്ലെങ്കിൽ വെള്ളമാകും. ഇത് ഒരു 10 മിനിറ്റ് കഴിയുമ്പം വെള്ളമാകും. പൊടിയിൽ മുക്കിയ ശേഷം എടുത്ത് വയ്ക്കാം. ഇങ്ങനെ ഉരുളകളാക്കി എടുത്തു വയ്ക്കാം. പൊടിയിൽ മുക്കിയ ശേഷം ഇനി ഇതോരോന്നായി നമുക്ക് നൈസാക്കി പരത്തിയെടുക്കാം. ഒരു 10 മിനിറ്റ് വെച്ച ശേഷം ഇങ്ങനെ പരത്തിയെടുക്കാം. ഞാൻ ദോശക്കല്ലാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. നല്ലെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പം നല്ല ഒരു മണമായിരിക്കും. ഇതോരോന്നായി നമുക്ക് ചുട്ടെടുക്കാം.
കോറ ചപ്പാത്തി നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്.